വെറും ATM കാർഡുകൾ മാത്രം ഉപയോഗിച്ച് രാജ്യത്തിന്റെ ധനകാര്യ സുരക്ഷയെയും ആഭ്യന്തര സമാധാനത്തെയും അട്ടിമറിക്കാൻ പോകുന്ന ഒരു ശതകോടി പ്രൊജക്ട് ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയാണ് യാതൊരുവിധ ഔദ്യോഗിക രേഖകളുമില്ലാതെ വിദേശത്തു നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. നമ്മൾ നിത്യേന കേൾക്കുന്ന രാഷ്ട്രീയ അഴിമതികളോ സാധാരണ സ്വർണ്ണക്കടത്തോ ഒന്നുമല്ല ഇത്. മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യയുടെ ജനസംഖ്യാപരമായ സമതുലിതാവസ്ഥ തകർക്കുവാനും നിയമവിരുദ്ധ മതപരിവർത്തനങ്ങൾക്കും വേണ്ടി സ്ലീപ്പർ സെല്ലുകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിക്കാനും വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ നെയ്തെടുത്ത ഒരു വലിയ വലക്കണ്ണിയാണിത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED പോലും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു പ്രമുഖ ബാങ്കിംഗ് ഗ്രൂപ്പും US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു മിഷനറി സംഘടനയും ചേർന്നുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെയും ബാങ്കിംഗ് ചരിത്രത്തിലെയും ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള ഈ ഡിജിറ്റൽ ഹവാല വേട്ടയുടെ ഞെട്ടിക്കുന്ന ഉള്ളറകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ ദേശീയ അന്വേഷണ ഏജൻസികളുടെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും റഡാറുകളിൽ ഒരേയൊരു അന്താരാഷ്ട്ര സംഘടനയുടെ പേര് മാത്രമാണ് വട്ടമിട്ട് പറക്കുന്നത്: ദ തിമോത്തി ഇനിഷ്യേറ്റീവ്. അമേരിക്കൻ ഐക്യനാടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടന തങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നും ആഗോളതലത്തിൽ സാമൂഹിക സേവനം നടത്തുന്ന ഒരു പാവം പിടിച്ച NGO ആണെന്നുമാണ് ലോകത്തിന് മുന്നിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണത്തിന്റെ വിനിമയ രീതികളിലേക്കും ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ആഴത്തിലുള്ള പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് അതിഭയാനകമായ വിവരങ്ങളാണ്. രാജ്യത്തിന്റെ ഭദ്രതയെ തകർക്കാൻ പോകുന്ന ഈ കറുത്ത ശക്തികളെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും വലിയൊരു വിഭാഗം മാധ്യമങ്ങളൊന്നും മൗനം പാലിക്കുന്നത്? ഒരക്ഷരം മിണ്ടാത്തത് എന്താണ്? വോട്ട് ബാങ്കുകളെ പ്രീതിപ്പെടുത്താനും തങ്ങൾക്ക് താല്പര്യമുള്ള ചില വിഭാഗങ്ങളുടെ അജണ്ടകൾ സംരക്ഷിക്കാനും വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന കപടവും ഏകപക്ഷീയവുമായ സെക്യുലറിസം തന്നെയാണ് ഇതിനു പിന്നിൽ. രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ സ്വന്തം മൂക്കിന് താഴെ നടക്കുമ്പോഴും സെക്യുലറിസത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ഇവിടുത്തെ കപട സാംസ്കാരിക നായകന്മാരുടെയും അവരോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെയും മുഖം മൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭാരതത്തിലെ ധനകാര്യ ചട്ടങ്ങളെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതീവ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളെയും വിദേശത്തു നിന്നുള്ള സംഭാവനകളെ നിരീക്ഷിക്കുന്ന FCRA നിയമങ്ങളെയും പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ അന്താരാഷ്ട്ര കള്ളക്കളി ഇവിടെ അരങ്ങേറിയത്. സാധാരണ നിലയിൽ വിദേശത്ത് നിന്നും ₹1 പോലും ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അതിന് 100,000 ചട്ടക്കൂടുകളുണ്ട്. എല്ലാം നിയമപരമായി മാത്രമേ നടക്കുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെയും RBIയുടെയും മുൻകൂർ അനുമതികൾ അതിനാവശ്യമാണ്. പണം അയക്കുന്ന ആളുകളുടെയും അത് കൈപ്പറ്റുന്ന ആളുടെയും കൃത്യമായ KYC രേഖകൾ പരിശോധിക്കപ്പെടണം. പണത്തിൻ്റെ യഥാർത്ഥ സ്രോതസ് എന്താണെന്നും ആ തുക ഇന്ത്യയിൽ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നും സർക്കാരിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ പണം നിയമപരമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. എന്നാൽ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘം വിദേശ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് കടത്താൻ തിരഞ്ഞെടുത്തത് സാങ്കേതിക വിദ്യയുടെയും ബാങ്കിംഗ് ലോകത്തിൻ്റെയും ആരും ശ്രദ്ധിക്കാത്ത ഒരു വൻ പഴുതാണ്. അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിച്ച് വൻതോതിൽ ഫണ്ട് ചെയ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളുടെ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡുകൾ കള്ളക്കടത്ത് രൂപത്തിൽ നേരിട്ട് ഇന്ത്യയിൽ എത്തിക്കുക, തുടർന്ന് ഇവിടുത്തെ സാധാരണ ATM കൗണ്ടറുകൾ വഴി ദിവസേന പണം പിൻവലിക്കുക. ഒരു ബാങ്കിനും സാധാരണഗതിയിൽ സംശയം തോന്നാത്ത രീതിയിൽ യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക അനുമതികളോ ടാക്സോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെത്തിച്ച അത്യാധുനിക അതിർത്തി കടന്നുള്ള ശൃംഖലയാണ് ED ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നമുക്കൊരു അഭിമാന നേട്ടം കൂടിയാണ്, എന്നാൽ പേടിക്കേണ്ടതുണ്ട് താനും. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് കടക്കാം. ഈ ശൃംഖലയുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ട്രൂയിസ്റ്റ് ബാങ്ക് വിതരണം ചെയ്ത ഇന്റർനാഷണൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു ഡെബിറ്റ് കാർഡ് ആരാണോ അക്കൗണ്ട് ഉടമ അയാൾ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ.
മറ്റൊരു വ്യക്തിക്ക് അത് കൈമാറുന്നതും വിദേശത്ത് വെച്ച് അക്കൗണ്ട് എടുത്ത് കാർഡ് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നതും അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ലംഘനവും നിയമവിരുദ്ധവുമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അമേരിക്കയിൽ വിവിധ ആളുകളുടെ പേരിൽ ആരംഭിച്ച് ലക്ഷക്കണക്കിന് ഡോളർ നിക്ഷേപിക്കപ്പെട്ട അക്കൗണ്ടുകളിലെ ഡെബിറ്റ് കാർഡുകൾ ബൾക്കായിട്ട്, അതായത് കെട്ടുകളായിട്ട് ഇന്ത്യയിലേക്ക് കൊറിയർ വഴി എത്തിക്കപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 2019 മുതൽ ഇത്തരത്തിലുള്ള 1000-ലധികം വിദേശ ഡെബിറ്റ് കാർഡുകളാണ് ഇന്ത്യയിലുടനീളമുള്ള വിവിധ പ്രാദേശിക ഏജന്റുമാർക്ക് വിതരണം ചെയ്തത്. അപ്പോൾ ഈ ശൃംഖലയുടെ പ്രവർത്തനം കൃത്യമായി 4 ഘട്ടങ്ങളായി തിരിച്ചിട്ടായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. USA-യിൽ വിവിധ വ്യക്തികളുടെ പേരിൽ അല്ലെങ്കിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് ട്രൂയിസ്റ്റ് ബാങ്കിൽ അക്കൗണ്ടുകൾ രൂപീകരിക്കുന്നു. അതിലേക്ക് വിവിധ വിദേശ സ്രോതസ്സുകളിൽ നിന്നും നിഗൂഢ സംഘടനകളിൽ നിന്നും വലിയ വലിയ തുകകൾ ഡോളർ രൂപത്തിൽ ഫണ്ട് ചെയ്യപ്പെടുന്നു. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു സാധാരണ അമേരിക്കൻ പൗരന്മാരുടെ അക്കൗണ്ടുകളായി മാത്രമേ തോന്നുകയുള്ളൂ. യാതൊരുവിധ തരത്തിലുള്ള സംശയങ്ങളും നമുക്ക് ഇതിൽ നിന്നും ആദ്യത്തെ ദൃഷ്ടിയിൽ കാണാൻ സാധിക്കില്ല. ഈ അക്കൗണ്ടുകളിൽ അന്താരാഷ്ട്ര ഉപയോഗാനുമതിയുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇനേബിൾഡ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡുകളും അതിൻ്റെ രഹസ്യ പിൻ നമ്പറുകളും കൊറിയർ വഴിയോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാർഗങ്ങളിലൂടെയോ അതിര് കടന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. വിമാനത്താവളങ്ങളിലെ പരിശോധനകളെ പോലും മറികടന്നുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കാർഡുകൾ ഇന്ത്യയിലേക്ക് എത്തിയത്. കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് സംശയം തോന്നില്ലല്ലോ. എങ്കിൽ മാത്രമല്ലേ പരിശോധന നടക്കുള്ളൂ. ഇന്ത്യയിലുള്ള പ്രധാന ഹവാല ഏജന്റുമാർ ഈ കാർഡുകൾ കൈപ്പറ്റുന്നു. അവർ ഇത് തങ്ങളുടെ കീഴിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സബ് ഏജന്റുമാർക്ക് വിതരണം ചെയ്യുന്നു. ഈ പ്രാദേശിക സബ് ഏജന്റുമാർക്ക് യഥാർത്ഥ അക്കൗണ്ട് ഉടമകളായ അമേരിക്കക്കാരുമായി യാതൊരുവിധ തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. അവർക്ക് അറിയ പോലുമില്ല അത് ആരാണ് എന്ന്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലുള്ള പ്രത്യേകിച്ചും CCTV നിരീക്ഷണങ്ങൾ കുറവുള്ള അല്ലെങ്കിൽ വലിയ ജനത്തിരക്കേറിയ ATM-കളിൽ കയറി ഈ കാർഡുകൾ ഉപയോഗിച്ച് ദിവസേന നിശ്ചിത പരിധി വരെയുള്ള പണം ഇങ്ങനെ പിൻവലിക്കുന്നു. ഉദാഹരണത്തിന് ഒരു കാർഡിൽ നിന്ന് പരമാവധി എടുക്കാവുന്ന തുക എടുത്തു കഴിഞ്ഞാൽ അടുത്ത കാർഡ് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ KYC സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞു. കാരണം പണം പിൻവലിക്കുന്നത് ആരാണെന്നത് ബാങ്കുകൾക്ക് ഡിജിറ്റലായി കണ്ടെത്താൻ സാധിക്കില്ല. ATM കൗണ്ടറുകളിൽ സാധാരണക്കാരെ പോലെ വന്ന് പണമെടുത്ത് മാറുന്ന ഏജന്റുമാർ മാത്രമാണ് പുറത്ത് കാണുന്നത്. പണത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്നോ അത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നോ ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധം സങ്കീർണമായിരുന്നു ഈ ക്യാഷ് നെറ്റ്വർക്ക്. പണം നേരിട്ട് കറൻസി നോട്ടുകളായി പുറത്തെത്തുന്നത് കൊണ്ട് തന്നെ ഡിജിറ്റൽ ട്രെയിലുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ഏതെങ്കിലും ഒരു ചെറിയ നഗരത്തിൽ നടന്ന ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് മാത്രമാണ് അല്ലേ, എന്തിനാണ് ഇത് വാർത്തയാക്കുന്നത് എന്ന്. എന്നാൽ EDയുടെ അന്വേഷണ വിവരങ്ങളിലെ കണക്കുകൾ കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. വെറും മാസങ്ങൾക്കുള്ളിൽ ഇവർ കടത്തിയത് എത്ര കോടികളാണ് എന്നറിയാമോ? അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് പ്രകാരം 2025 നവംബറിനും 2026 ഏപ്രിലിനും ഇടയിൽ, അതായത് വെറും 6 മാസത്തെ കാലയളവിൽ മാത്രം ഏകദേശം 92.55 കോടി രൂപ, കൃത്യമായി പറഞ്ഞ 9.99 ദശലക്ഷം $US ഈ ATM സംവിധാനത്തിലൂടെ മാത്രം ഇന്ത്യയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ കോടിക്കണക്കിന് രൂപയാണ് വിദേശ കാർഡുകൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇത് കൂടാതെ അന്വേഷണം കുറച്ചുകൂടി പുറകോട്ട് കൊണ്ടുപോയപ്പോൾ ഇടിക്ക് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി ലഭിച്ചു. 2024 ജനുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള, അതായത് ഈ വർഷം മാർച്ച് വരെയുള്ള കാലയളവിൽ ഈ ശൃംഖലയിലൂടെ നടത്തിയ ആകെ ATM പിൻവലിക്കലുകൾ മാത്രം ഏകദേശം 44 കോടി രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഈ വലിയ തട്ടിപ്പ് യാതൊരു തടസ്സവുമില്ലാതെ ഇന്ത്യയിൽ സുഖമായി നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം എത്ര തവണ എത്ര ATM-കൾ ഈ കാർഡുകൾ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടാകണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം ഈ പണം പിൻവലിക്കൽ നടന്നിട്ടുണ്ട്. ബാങ്കുകളുടെ ഓട്ടോമേറ്റഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് പോലും പെട്ടെന്ന് പിടികൂടാൻ കഴിയാത്ത വിധം കൃത്യമായ ഇടവേളകളിലും വ്യത്യസ്ത ബാങ്കുകളുടെ ATM-കളിലുമാണ് ഇവർ പണം പിൻവലിച്ചിരിക്കുന്നത്. ഇതൊരു സംഘടിത അന്താരാഷ്ട്ര കുറ്റകൃത്യ സംഘത്തിന്റെ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിന്റെ നേരിട്ടുള്ള സഹായമില്ലാതെ ഒരിക്കലും സാധ്യമാകില്ല എന്ന് ED ഉറപ്പിച്ചു പറയുന്നു. ഇനിയാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള അധ്യായം. ഇനി അതിലേക്ക് കിടക്കാം. കേവലം നികുതി വെട്ടിക്കാനോ അല്ലെങ്കിൽ സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയോ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് ഇവർ പണം കടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരിക്കലും അല്ല. ഈ പണത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച് ED കണ്ടെത്തിയത് രാജ്യസുരക്ഷയെ തന്നെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ചില കറുത്ത സത്യങ്ങളിലേക്കാണ്.
ഈ 100 കോടിയോളം രൂപ ഇന്ത്യയിൽ എത്തിച്ച് എന്തിനാണ് ഉപയോഗിച്ചത്? EDയുടെ പ്രാഥമിക നിഗമനങ്ങളും കണ്ടെത്തലുകളും വിരൽ ചൂണ്ടുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. 1, ഭീകരവാദ പ്രവർത്തനങ്ങൾ. അതെ. 2, നിയമവിരുദ്ധ മതപരിവർത്തനം. ഇതിന് രണ്ടിനും വേണ്ടിയാണ് ഇത്രത്തോളം റിസ്ക് എടുത്ത് പണം കടത്തിയത്. ഇന്ത്യയിലെ പ്രാദേശിക ഏജന്റുമാരും വിദേശത്തുള്ള ഇവരുടെ തലവന്മാരും ചേർന്ന് കൃത്യമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. ഓരോ സംസ്ഥാനത്തും ഇതിനു വേണ്ടി പ്രത്യേക കോർഡിനേറ്റർമാർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് ലഭിക്കുന്ന കമ്മീഷൻ തുക എത്രയാണെന്ന് കേട്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു വശം കൂടിയുള്ളത്. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഹവാല വേട്ട നടന്നിട്ടും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയും ബാധിക്കുന്ന ഇത്രയും വലിയൊരു വിവരം പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ മാപ്രകൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഒരക്ഷരം പോലും മിണ്ടാത്തത്? ദിവസവും ചായക്കടയിലെ തർക്കങ്ങൾ വരെ, പപ്പടം കിട്ടിയില്ലെങ്കിൽ അടികൂടി, ലൈസ് കിട്ടിയില്ലെങ്കിൽ അടികൂടി എന്നുള്ള വാർത്തകൾ വരെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്, ഇവിടെ നടക്കുന്നത് വൺ സൈഡ് ആയിട്ടുള്ള സെക്യുലറിസമാണ്. അഥവാ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ മൗനമാണ്. പ്രതികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ബാങ്കിൻ്റെയോ ഭാഗമാകുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ നാവും പേനയും ഒരുപോലെ അങ്ങ് മരവിച്ചു പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും അവരെന്തോ കാണിക്കട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ രാജ്യമല്ലേ വലുത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.